ഹലോ നമസ്കാരം. ഹലോ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നവി മുംബൈയിൽ നമുക്ക് ഇവിടെ ഇപ്പോൾ ഉള്ളത് ജൂഹി നഗർ റെയിൽവേ സ്റ്റേഷനിലില്ല. അപ്പോൾ നവി മുംബൈയിലെ റെയിൽവേ സ്റ്റേഷൻ, അത് ലോക്കൽ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മളിവിടുന്ന് നേരെ ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് CST അല്ലെങ്കിൽ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ്. ആ ഏരിയയിലാണ് നമ്മളിന്ന് പോകുന്നത്. അവിടെ കുറേ കാഴ്ചകളുണ്ട്. മുംബൈയിൽ ആദ്യമായിട്ട് വരുന്നയാൾക്ക് ഒരുപാട് കാഴ്ചകളുണ്ട്. അവിടെ മ്യൂസിയം ഉണ്ട്, ആർട്ട് ഗാലറി ഉണ്ട്, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ പോവാം, കൊളാബ പോവാം, ഫോർട്ട് പോവാം. അങ്ങനെ ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ്, ഓൾഡ് സൗത്ത് മുംബൈ, അതാണ് CST സ്റ്റേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ന് അങ്ങോട്ടുള്ള കുറച്ച് വീഡിയോസ് നമ്മൾ മുംബൈ കറങ്ങിയടിച്ച് നിങ്ങളെ മുമ്പിലെത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നവി മുംബൈയിലെ ജൂഹി നഗർ റെയിൽവേ സ്റ്റേഷൻ നിന്നാണ് പുറപ്പെടുന്നത്. ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ, ജൂഹി നഗർ. ഇപ്പോൾ ഇവിടുന്ന് പുറപ്പെട്ടിട്ട് നമ്മൾ നേരെ സാൻപാട വാശി വഴിയാണ് അടുത്ത BMC അല്ലെങ്കിൽ മുംബൈൻ്റെ മാൻകോഡിലേക്ക് കടക്കുക. അങ്ങനെ ചെമ്പൂർ കുർള വഴി നമ്മൾ CST. ഓക്കെ, ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂർ എടുക്കും. കാണാം. ആൻഡ് ടേക്ക് കെയർ. ഇവിടെ കണ്ടേ, ഇവിടെ 6 ട്രാക്ക് ഉണ്ട്, ഫുള്ളായിട്ട് 6 ട്രാക്ക്. ഥാനയിലേക്കുള്ള വണ്ടിയുണ്ട്, CSTയിലേക്കുള്ള വണ്ടിയുണ്ട്, ഈ 2 ഭാഗത്തേക്കുള്ള വണ്ടിയുണ്ട്. പിന്നെ നമുക്ക് മാറിപ്പോണെങ്കിൽ ഥാന ഭാഗത്താണെങ്കിൽ കല്യാണിൽ പോവാം. പിന്നെ മാറിക്കയറണമെങ്കിൽ കുർള, ദാദർ, പിന്നെ CST. അപ്പോൾ കുർളയിൽ നിന്നും ദാദറിനും ഇൻ്റർചേഞ്ച് ആയിട്ട് ഏത് ട്രെയിനിൽ വേണേൽ പോവാം. നാട്ടിൽ പോകുന്ന ട്രെയിന് ദാദറിന്ന് പോകുന്നുണ്ട്, CSTന്ന് പോകുന്നുണ്ട്, പൻവേലിൽ നിന്ന് പോകുന്നുണ്ട്. ഈ ലൈനെന്ന് പറയുമ്പം പൻവേൽ ടു CST ലൈനാണ് ഇത്. നെറോൾ വരും, ജൂഹി നഗർ വരും, കാർഗർ വരും. ഇപ്പോൾ പുതിയ എയർപോർട്ട്, സെക്കൻഡ് എയർപോർട്ട് വന്നത് കാർഗറിൽ, അതല്ല ഈ ലൈനില്ല. CVD, ബേലാപ്പൂർ, കാർഗർ. അങ്ങനെ ഈ ലൈന് ഇനിയിപ്പോൾ തിരക്ക് വരും. ഇവിടെ മെട്രോ ഉണ്ട്, CVD ബേലാപ്പൂരും ഉണ്ട്, കാർഗറും മെട്രോ ഉണ്ട്. അതെല്ലാം ഇനി എക്സ്റ്റെൻഡ് ആയിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ ഒരുപാട് ഡെവലപ്മെൻറ്റ് ഇനി നവി മുംബൈയിലും വരും. സ്റ്റാർട്ടിംഗ് പോയിൻ്റ് നവി മുംബൈൻ്റെ വാശി. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ആ വഴിയെല്ലാം കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ട്രെയിന് വന്ന്, ഈ ട്രെയിനിൽ കയറുന്നില്ല. ഈ ട്രെയിനിൽ കണ്ട നല്ല തിരക്കാ, അതുകൊണ്ട് ഞാൻ ഈ ട്രെയിനിൽ കയറുന്നില്ല. അടുത്ത ട്രെയിനിൽ കയറാം. ഇതിപ്പോൾ കണ്ട സിറ്റിംഗ് ഇല്ലയിൽ കയറാം. ഈ കാണുന്ന ഫസ്റ്റ് ക്ലാസ് ആണ്. നേരെ ചുവപ്പും വെള്ളയും ലൈനിലെ ഫസ്റ്റ് ക്ലാസ്സിൽ ലോക്കലിൻ്റെ ടിക്കറ്റ് എടുത്ത് കയറരുത്, പണി കിട്ടും, ഫൈന് വരും. അപ്പോൾ നമുക്ക് അടുത്ത ട്രെയിനിൽ പോവാം. ഇപ്പോൾ ഇവിടെയില്ല, തിരക്ക് കഴിഞ്ഞ്. ട്രെയിനുണ്ട്, 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ ഓരോ ട്രെയിൻ വരും. വണ്ടി കണ്ട പെട്ടെന്ന് സ്പീഡ് പിക്കപ്പ് ചെയ്ത്, നല്ല സ്പീഡായി വണ്ടി. നമുക്ക് ഏകദേശം 1 മണിക്കൂറുണ്ട് ഇവിടുന്ന്, അതുകൊണ്ട് നിൽക്കാൻ കഴിയില്ല. അടുത്ത ട്രെയിനിന് പോവാം. ജൂഹി നഗർ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇതാണ് CST റെയിൽവേ സ്റ്റേഷൻ. ഇത് ലോക്കൽ സ്റ്റേഷനാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നടന്ന് കുറേ അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടിൽ പോകേണ്ട എക്സ്പ്രസ് ട്രെയിനിൻ്റെ ട്രാക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ലോക്കൽ സ്റ്റേഷനിലില്ല, CSTയിൽ. ഇത് എൻഡ് പോയിൻ്റ്, ടെർമിനേറ്റിംഗ് പോയിൻ്റ്, സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എല്ലാം ഇത് തന്നെയാണ്. ഇവിടെ തന്നെ ഒരു 5-6 ട്രാക്ക് ഉണ്ട്.
ഇവിടുന്ന് ലെഫ്റ്റോട്ട് പോയി കഴിഞ്ഞാൽ അത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നേരെ നടന്ന് ബ്രിഡ്ജ് കയറി നടന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ എക്സ്പ്രസ് ട്രെയിനിൻ്റെ നാട്ടിൽ പോകുന്നതെല്ലാം കിട്ടും. ഇങ്ങോട്ട് റൈറ്റിലേക്ക് എക്സിറ്റാണ്. അപ്പോൾ ഇതന്നെയാണ് ആ CST ബിൽഡിങ്ങുകൾ. പഴയ ഹിസ്റ്റോറിക് ബിൽഡിംഗ്, ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയതാണിത്. അത് പഴയത് ഇപ്പോൾ റെസ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളിൽ മുകളിലെല്ലാം കണ്ടോ നിങ്ങൾ? നല്ല രീതിയിൽ അത് റെസ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗവൺമെൻറ്. നമ്മൾ കയറുമ്പം ടിക്കറ്റിങ്ങിൻ്റെ ഹാളാണ്. മുകളിലോട്ട് വേണ്ട പണ്ടത്തെ ആർക്കിടെക്ചർ. അപ്പോൾ ഇത് CST റെയിൽവേ സ്റ്റേഷൻ്റെ ലോക്കൽ ടിക്കറ്റിങ്ങിൻ്റെ സംഗതി. വലിയ കയറുമ്പോൾ വലിയ ഡോറല്ലോ മരത്തിൻ്റെ. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങാം. സമയം ഇപ്പോൾ 12:30, അതുകൊണ്ട് വലിയ തിരക്കില്ല. വൈകുന്നേരം 5 മണിയെല്ലാം ആകുമ്പം നല്ല തിരക്ക് വരും, നല്ല തിരക്ക്. ആ കാണുന്നത് BMC ബിൽഡിങ്ങാണ്, ഗവൺമെൻറ് മുനിസിപ്പാലിറ്റി ബിൽഡിംഗ്. നേരെ മുമ്പ് കാണുന്ന. അതുപോലെ ഇതിൻ്റെ റൈറ്റിൽ പോകുമ്പോൾ കാണുന്നതെന്ന് പറയുമ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ, അതിൻ്റെ ബിൽഡിങ്. ഈ BMCൻ്റെ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്ത് അങ്ങോട്ട് കാണുന്ന ബിൽഡിങ് ടൈംസ് ഓഫ് ഇന്ത്യൻ്റെ ഓഫീസാണ്, ന്യൂസ് പേപ്പർ ടൈംസ് ഓഫ് ഇന്ത്യ. ഇത് ജസ്റ്റ് CST റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്താണ്. ഈ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിക്കാനായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ നിങ്ങൾ കാഴ്ചകളെല്ലാം കണ്ടോ? ഇതിന് മുമ്പേ നിങ്ങൾ കണ്ടു വേണം. എന്നാലും ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട്, ദീപാവലി വെക്കേഷൻ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. ഫാമിലിയും കുട്ടികളും ആയിട്ട് നല്ല തിരക്കാണ് സൈറ്റ് സീയിങ്ങിനല്ലോ. കാലാവസ്ഥ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളെ കേരളത്തിൻ്റെ അതേ കാലാവസ്ഥ എന്ന് പറയാം. അങ്ങനെ വെയിലുണ്ടെങ്കിലും വലിയൊരു ചൂട് പറയാനില്ല. 12:30 മണിയായി, ഉച്ചക്ക് നട്ടുച്ച. അപ്പോൾ ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചയാണ്. അപ്പോൾ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് CST എവിടെ ഈ കൊളാബ, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, മ്യൂസിയം, അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പോവാം. ജസ്റ്റ് ആ നിങ്ങളെ മുമ്പിൽ കാണുന്നത് BMCൻ്റെ ഓഫീസാണ്, ആ കെട്ടിടം. BMCൻ്റെ ഓഫീസ്. അതിൻ്റെ കുറച്ച് അങ്ങോട്ട് കാണുന്നത് ടൈംസ് ഓഫ് ഇന്ത്യൻ്റെ ഓഫീസ്. അപ്പോൾ ഇത് സിഗ്നൽ ജംഗ്ഷൻ. ഈ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആരാന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. മഹാരാഷ്ട്രൻ ഡിഷസ്, വടപാവ്, അങ്ങനെയുള്ള മഹാരാഷ്ട്രൻ ഡിഷസ്, ഓത്തൻറ്റിക് മഹാരാഷ്ട്രൻ ഡിഷസ്, നീറ്റ് ആൻഡ് ഹൈജീനിക് കിട്ടുന്ന സ്ഥലമാണ് ആരാം. അതിൽ കയറി സീറ്റിംഗ് ആണെങ്കിൽ കുറച്ച് താമസം ഉണ്ടാവും. അതല്ല, പുറത്തൊരു കൗണ്ടറുണ്ട്, അവിടുന്ന് നിങ്ങൾക്ക് കഴിക്കാം. ഡബിൾ ഡെക്കർ ബസ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ഇത് അണ്ടർ റെനോവേഷൻ ആയിരുന്നു കുറേ മുമ്പേ. ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. കുറേ മുന്നേ അണ്ടർ റെനോവേഷൻ ആയിരുന്നു. ഇപ്പോൾ റെനോവേഷനെല്ലാം കഴിഞ്ഞ് സ്കാഫോൾഡിംഗ് എല്ലാം എടുത്ത് മാറ്റി. ഇത് രാത്രി നല്ല ലൈറ്റിങ്ങും സെറ്റപ്പായിട്ട് ഇങ്ങനെ ഉണ്ടാവും. യൂറോപ്യൻ ആർക്കിടെക്ചറാണ് ഇത് കാണാൻ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നീങ്ങാം. കുറേ ആൾ ഇവിടുന്ന് ഫോട്ടോയും കാര്യങ്ങളും എടുക്കുന്നുണ്ട്, സെൽഫി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നീങ്ങാം. ഈ ചുറ്റുവട്ടം ഇങ്ങനെ ഇല്ല, യൂറോപ്യൻ ആർക്കിടെക്ചറിലില്ല ബിൽഡിങ് വേണം. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് ഈ ബിൽഡിങ്ങിന് തൊട്ടിട്ട് തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. ബസ് കിട്ടും, ലോക്കൽ ബസ്. ഇവിടെ പോകുന്ന ബസ്സുകൾ ഇവിടുന്ന് കിട്ടും. ഇത് ഈ ലെഫ്റ്റ് കാണുന്നതാണ്
ലെഫ്റ്റ് കാണുന്നതാണ് ബസ് സ്റ്റോപ്പ് കണ്ടോ. അതുപോലെ ഇവിടെ മുംബൈ ദർശൻ എന്ന് പറഞ്ഞിട്ടുള്ള ബസ്സുകളുണ്ട്, ട്രാവൽ ആൻഡ് ടൂർ ഏജൻസീസ് ഉണ്ട്. ഇവിടെ നേരെ കാണുന്ന അക്ബർ ട്രാവൽസിൻ്റെ ഓഫീസുണ്ട്, അവിടെയും പോയി നിങ്ങൾക്ക് അന്വേഷിക്കാം. നമ്മളെ നാട്ടിലെല്ലാം ഇല്ല അക്ബർ ട്രാവൽസ്. ഇതാണ് ബസ് സ്റ്റോപ്പ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ബസ് കിട്ടും, ഓരോ സ്ഥലത്തേക്കുള്ള ബസ് കിട്ടും. അതുപോലെ മുംബൈ ദർശൻ്റെ ബസ് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് തന്നെ ആൾക്കാരുണ്ടാവും, രാവിലെ ഇങ്ങനെ വിളിച്ചു പറയുന്നത് മുംബൈ ദർശൻ എന്ന്. ഇനി ബസ് സ്റ്റോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഒരു മൊബൈൽ ടോയ്ലറ്റ് ഉണ്ട്. ഈ പിങ്ക് കാണുന്നത് മൊബൈൽ ടോയ്ലറ്റാണ്. അത് ഇപ്പോൾ ഫങ്ഷനിങ് ആണോന്നറിയില്ല, നോക്കാം. നല്ല തിരക്കാണ് ഇന്ന്. ബസ്സിനെല്ലാം ലൈന് നിൽക്കണം, ക്യൂ നിൽക്കണം. ഇപ്പോൾ എല്ലാം ഡബിൾ ഡെക്കർ ബസ് ഉണ്ട് ഇവിടെ കുറേയെല്ലാം. ബാക്ക് ഭാഗമാണ് റെയിൽവേ സ്റ്റേഷൻ്റെ. ഇവിടെ സ്റ്റേഷൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ്. കരിമ്പ് ജ്യൂസ് അടിച്ചു കൊടുക്കുന്നുണ്ട്. കുറേ ആയിട്ടുള്ള കൗണ്ടറായത് കരിമ്പ് ജ്യൂസിൻ്റെ. പിന്നെ ഈ സൈഡിലെല്ലാം വഴിയോര കച്ചവടങ്ങളുണ്ട്. ഇവിടെ ഷൂസ് ഉണ്ട്, ചെരുപ്പുണ്ട്, പിന്നെ കുടിക്കേണ്ടതും ഇതായിട്ടല്ല. ഇന്ന് ഫാമിലീസ് എല്ലാം കുറേ ഉണ്ട്. ഇതെല്ലാം ദീപാവലീൻ്റെ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളെല്ലാം ഇങ്ങനെ കുട്ടികളെയും കൂട്ടിയിട്ട് കുറേ ആൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ UP, ഗുജറാത്ത്, മഹാരാഷ്ട്രേൻ്റെ പല ഭാഗങ്ങൾ, അതുപോലെ MP, ഇവിടെ നിന്നെല്ലാം കുറേ ആൾ വന്നിട്ടുണ്ട്. ഈ കാണുന്നത് ടോയ്ലറ്റാണ്, ലേഡീസ് ടോയ്ലറ്റ്. കുറച്ച് മുമ്പോട്ട് ഈ ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ, നേരെ ഈ ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഈ കറുപ്പും മഞ്ഞയുള്ള ടാക്സി ഉണ്ട്, ഓംനി വാൻ ഉണ്ട്, സാൻഡ്രോ കാറുണ്ട്. എല്ലാം കറുപ്പും മഞ്ഞ്. ഷെയറിങ് പോവും, കൊളാബയിലേക്ക് പോവും, ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് പോവും, ഷെയറിങ് പോവും. അതുപോലെ അവിടെ നിന്നല്ല ബസ് അതും പോവും. എനിക്ക് തോന്നുന്നു ഒരാൾക്ക് ഷെയറിങ് 40 രൂപയാണെന്ന് തോന്നുന്നു. അത് ഞാൻ കറക്റ്റ് നിങ്ങളോട് പറഞ്ഞുതരാം. ഈ വണ്ടിയിൽ 40 രൂപ തന്നെയാന്ന് തോന്നുന്നു. कितना आदमी का कितना एक नहीं कितना पैसा कितना एक आदमी पूछ रहे पैसा कितना पूछ आगे गेटवे वहाँ से जाते हैं. ये कहाँ जाते हैं? അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് എത്തി കേട്ടോ. ഇതാ ആ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ CST. ഇവിടെ കഴിക്കാനാണെങ്കിൽ കുറേ ഓപ്ഷൻ ഉണ്ട് റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇവിടെ മെക്ഡി ഉണ്ട്, കഫേ കോഫി ഡേ ഉണ്ട്, ബർഗർ കിങ് ഉണ്ട്. അതുപോലെ അതിൻ്റെ അപ്പുറത്ത് പഞ്ചിം പൂരിവാല, അങ്ങനെ ഓപ്ഷൻസ് കുറേ ഉണ്ട്. മീൽസ് കഴിക്കണേ, താലി കഴിക്കണമെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് റോഡൊന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്ത് വന്നാൽ മതി. അപ്പോൾ ഞാൻ നിങ്ങൾക്കിപ്പോൾ തൽക്കാലം ആരാം റെസ്റ്റോറൻറ്റ് കാണിച്ചു തരാം. ഇതിപ്പോൾ ഉള്ളിൽ കയറി കഴിക്കാമെന്ന് വെച്ചാൽ നടക്കില്ല, നല്ല തിരക്കാണ്. അപ്പോൾ പുറത്തുനിന്ന് മേടിച്ച് കഴിച്ചിട്ട് പോവാം. സമയം 1 മണിയായി. റീസണബിളുമാണ്, അതുപോലെ നീറ്റ് ആൻഡ് ക്ലീനുമാണ്. ഇപ്പോൾ ഇവിടെ വടാപ്പാവ് ഉണ്ട് 25 രൂപ, ബട്ടട വട 40. അപ്പോൾ CSTന്ന് നേരെ ഗേറ്റ് വേയിലേക്ക് പോകുന്ന വഴിക്ക് റോഡ് മേലുള്ള കാഴ്ചകൾ കാണാം.
RC. മ്യൂസിയം, ആർട്ട് ഗാലറി എല്ലാം ഏകദേശം നമ്മൾ എത്താനായി. HSBC ബാങ്കിൻ്റെ ബിൽഡിങ്. ये अंदर ही नहीं चलते, ये वाला नहीं चलेगा लाइन में, वो उधर चालू है. അത് നമ്മൾ ഗേറ്റ് വേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നല്ല തിരക്കാണ്. പോകുന്ന വഴിക്ക് ഫുൾ ബ്ലോക്കാണ്. കണ്ട വണ്ടികളെല്ലാം അത്രയും ബ്ലോക്കാണ് പോവാൻ വേണ്ടി. ഇനി അവിടെ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടോയെന്നറിയില്ല. നല്ല തിരക്ക് കാണുന്നുണ്ട്. രണ്ട് ഭാഗത്ത് ഉത്സവം പോലെ ആളാണ്. ഇങ്ങനെ ആൾ ഗേറ്റ് വേൻ്റെ ഭാഗത്ത് കണ്ടിട്ടില്ല. ഇതിനു മുമ്പേ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇതിപ്പോൾ സമയം 3:30 ആയിട്ടില്ല കേട്ടോ, ഉച്ച സമയം. തിരക്ക് വേണ്ട. നിങ്ങൾ വണ്ടിയും ആളും കൊണ്ട് ഇവിടുന്ന് പോകുന്ന അത്ര ആളും അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്നുമുണ്ട്. ഇനി അവിടെ വല്ല പ്രോഗ്രാം ഉണ്ടോയെന്നറിയില്ല. എന്താപ്പം ഇന്ന് ഇങ്ങനെ തിരക്ക്? ഒരു പിടുത്തവും ഇല്ലല്ലോ. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന തിരക്കുണ്ടല്ലോ ഇപ്പോൾ ഇവിടെ. അതൊരു പബ്ബാണ് ഇത്, ബ്രൂസ് ബിയർ പാർലർ. ഇവിടെ കുറേ ട്രീസ് ഉണ്ട് കഴിക്കാൻ പറ്റിയ. ബോംബെ ബ്രാസറി, ഓൾ ഡേ ബാർ ആൻഡ് ഡൈനിങ്, ബോംബെ ബ്രാസറി. ഇതിൻ്റെ അത്യാവശ്യം നല്ല റിവ്യൂ ഉണ്ട് കേട്ടോ ഈ ബോംബെ ബ്രാസറിൻ്റെ. ഓഹോ, ഇവിടെ നല്ല തിരക്കാണല്ലോ ഗേറ്റ് വേൻ്റെ മുമ്പിൽ. നല്ല തിരക്ക്, ഇതുവരെ കാണാത്ത തിരക്ക്. അതെന്താ ഇങ്ങനെ തിരക്ക് മനസ്സിലാവുന്നില്ലല്ലോ. മ്യൂസിയത്തിൻ്റെ അവിടെ നിന്ന് നടന്ന് വരേണ്ട ദൂരമില്ലോ. ജസ്റ്റ് ഒരു സിഗ്നൽ റോഡ് ക്രോസ് ചെയ്താൽ നേരെ ഗേറ്റ് വേൻ്റെ മുമ്പിലെത്തുക. 5 മിനിറ്റ് നടന്നാൽ മതി, അനായാസം ഇങ്ങോട്ടെത്താം. അപ്പോൾ അതിനായിട്ട് പുതിയ വരുന്ന അറിയാത്ത ആൾക്കാർ വെറുതെ ടാക്സി ഒന്നും പിടിച്ച് വരണ്ട. തിരക്ക് വേണ്ട നിങ്ങളിന്ന്. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ വേണ്ട, എല്ലാം ജാം ബ്ലോക്കാണ്, ടാക്സിയും ബസ്സും എല്ലാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് CST പോകാനെങ്കിൽ ബസ്സുണ്ട്, അല്ലെ ഷെയറിങ് ക്യാബ്സ് ഉണ്ട്. 40 രൂപ ഒരാൾക്ക് ഷെയറിങ്ങിൽ. ടാക്സി പ്രൈവറ്റായിട്ട് എടുത്ത് പോകുമ്പോൾ 100 രൂപ. ആളെ നോക്കിയിട്ട് പൈസ എടുക്കും. 100 രൂപയാണ് മിനിമം, 90 to 100. ഇത് ആ കാണുന്ന ഗേറ്റ് വേ അണ്ടർ റെനോവേഷൻ. സ്കാഫോൾഡിംഗ് എല്ലാം കെട്ടിപ്പൊന്തിച്ച് പണി നടന്നുകൊണ്ടിരിക്കുക, റെനോവേഷൻ വർക്ക്. അപ്പോൾ നമ്മളിനി അടുത്ത് നില്ല ഷോട്ട് എടുക്കാം, കാരണം ഇവിടെ എല്ലാം നല്ല തിരക്കാണ്. നടക്ക്. Kuliah jalan Sragen. Media. Betul kuliah itu.
വഴിയോര കച്ചവടം പൊടി പിടിക്കുന്നുണ്ട്. കരിമ്പ് ജ്യൂസ്, സമൂസ, പക്കോട, വടപ്പാവ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പൂരി, ചോല്, എല്ലാം തിരക്ക. റോഡ് സൈഡിനെല്ലാം കച്ചവടം. പോവാനാ ചൈനീസ്. വാ, അല്ലാതെ ബിരിയാണിയാ? ബിരിയാണി അത് ബിരിയാണി, പുലാവാ? ചിക്കൻ ബിരിയാണി. ഹാഫ് 60, ഫുള്ള് 100. ചൈനീസ് ജ്യൂസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഫ്രൈഡ് ചിക്കൻ, ഫ്രൈഡ് റൈസ്. ഓ, നല്ല തിരക്ക്. വൈകുന്നേരം 4 മണിയായി, നല്ല തിരക്കായി. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രി. അപ്പോൾ ഇതാണ് ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസിൻ്റെ ബാക്ക് എൻട്രി. ലോക്കൽ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ, ലോക്കൽ ട്രെയിൻസിൻ്റെ. പിന്നെ റൈറ്റിലോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ 8, 9, 10, 12, 13, 14 മുതൽ 18 പ്ലാറ്റ്ഫോം വരെ ഉണ്ട് നമ്മളെ എക്സ്പ്രസ് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിലെല്ലാം പോകാൻ. അപ്പോൾ അതെല്ലാം കുറച്ച് നടക്കണം അങ്ങോട്ട്. ഓക്കെ, അപ്പോൾ 100 years of electrification of Central Railway 1925 to 2025. എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. CST റെയിൽവേ സ്റ്റേഷൻ, മറ്റൊരു എൻട്രി എക്സിറ്റ് പോയിന്റ്. ആളിങ്ങനെ ഒഴുകാന്ന് ആള്. ടോട്ടൽ 18 പ്ലാറ്റ്ഫോംസ്. അതിൽ 7 പ്ലാറ്റ്ഫോം ലോക്കൽ ട്രെയിനിൻ്റെ, മെയിൽ എക്സ്പ്രസ് ട്രെയിനിന് 8 മുതൽ 18 പ്ലാറ്റ്ഫോം, എന്ന് പറഞ്ഞാൽ 10 പ്ലാറ്റ്ഫോം മെയിൽ എക്സ്പ്രസ് ട്രെയിനിന്. താമസ ഫെസിലിറ്റി ഉണ്ട്, വാഷ്റൂം ഫെസിലിറ്റി ഉണ്ട്. നല്ലൊരു റെയിൽവേ സ്റ്റേഷനാണ്, നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുമുണ്ട്. പക്ഷേ ഇന്ത്യൻ റെയിൽവേയിൽ ടിക്കറ്റ് കിട്ടാനാ മോനെ പാട്. അതെന്താ കളിയെന്ന് ഇതുവരെ മനസ്സിലാവുന്നില്ല. ഇതാണ് ലോക്കൽ റെയിൽവേ സ്റ്റേഷൻ, CST. പഴയ ബിൽഡിങ്ങാണ്.
യെസ്, നമ്മളെ ട്രെയിന് പൻവേലിലേക്ക് പോകുന്ന ട്രെയിന്, പൻവേൽ CST ട്രെയിന് പ്ലാറ്റ്ഫോം നമ്പർ എത്രയില ഇല്ല നോക്കട്ടെ. മുംബൈ CSMT എത്തിയിട്ടില്ല, എത്തണം. അപ്പോൾ ഓക്കെ, ഇതൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ. ഇവിടെ ഇപ്പോൾ കിടക്കുന്നത് അംബർനാഥിലേക്ക് പോകുന്ന ട്രെയിനാണ്. 4:04 പോവും അംബർനാഥ് ട്രെയിൻ, 4:13 എക്സാക്ട്ലി. പിന്നെ ഒരു ഗോരഗാം ട്രെയിൻ ഉണ്ട് 4:16, 4:16 പോകുന്നത്. ഓ, നമ്മളെ ട്രെയിന് നീങ്ങിത്തുടങ്ങിയല്ലോ. അതാ പോകുന്നത് നമ്മളെ ട്രെയിന്. മിസ്സായിപ്പോയി. കുഴപ്പമില്ല, 5 മിനിറ്റ് കൊണ്ട് അടുത്ത ട്രെയിൻ വരും. 4:08 നമ്മളെ ട്രെയിന് പോയി. ഓക്കെ, നോ പ്രോബ്ലം. നെക്സ്റ്റ് ട്രെയിൻ വരും, അതിന് പോവാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. സീ യു ആൻഡ് എൻജോയ്.